കുഞ്ഞുമ്മ. കുഞ്ഞുമ്മ, അത് ശരി. അമ്മായി ആരപ്പോ? അമ്മായി ഉമ്മക്ക് അമ്മായി എന്ന് പറയാം അല്ലേ? കുഞ്ഞുമ്മ. അപ്പൊ മൂത്തമ്മയാണെങ്കിലോ? മൂത്തമ്മ, ഉപ്പാന്റെ പെങ്ങള്. നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി എന്നാ പറയാ. നിങ്ങൾ പറയണ അമ്മായിക്ക് അമ്മായി ഉമ്മ എന്നും പറയും, ഭാര്യയുടെ ഉമ്മാക്കേ. അപ്പൊ കുഞ്ഞുമ്മേ മൂത്തമ്മേ മനസ്സിലാവുമല്ലോ, അങ്ങനെ പറഞ്ഞ പോരെ. അപ്പൊ അവരുമായൊരു പിണക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരന്. നേരെ ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞുമ്മ പൊരുത്തപ്പെടണേ. എന്തേ മോനെ ഇപ്പൊ നന്നായി? ഒന്നുമില്ല, അബൂ ഹുറൈറ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, പിണക്കുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. സ്വന്തം ചോരബന്ധത്തോട് പിണങ്ങിയവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോന്നുമ്മ, അബൂ ഹുറൈറ തങ്ങൾ പറയല്ലേ, നബിന്റെ സ്വഹാബിയല്ലേ, ഞാൻ എഴുന്നേറ്റ് പോന്നു. മോനെ, അബൂ ഹുറൈറ തങ്ങളോട് പോയിട്ട് തിരിച്ചു ചോദിക്ക്, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പൊരുത്തപ്പെട്ടു മോനെ, പൊരുത്തപ്പെട്ടു, നന്നായി. കുഞ്ഞുമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തു. നേരെ വന്ന് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, മഹാനായ അഷ്റഫുൽ ഹൽഖ തങ്ങളുടെ സ്വഹാബിയായവരെ, അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി, എന്റെ കുഞ്ഞുമ്മയോട് പിണക്കുണ്ടായിരുന്നു, പിണക്കൊക്കെ തീർന്നിരിക്കാൻ. എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സമിഅ്തു ഖലീലി റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇന്നല്ലാഹ ലാ യുൻസിലു റഹ്മതഹ, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു ഫീ ഖൗമിൻ, ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല, വഫീഹിം ആഖ്, സ്വന്തം മാതാപിതാക്കളോടോ മാതാപിതാക്കളുടെ ചോരബന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട്, ഉമ്മയോട്, കുടുംബത്തോട്, മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക. വിവാഹം നടക്കുന്ന 28 വയസ്സുവരെ 30 വയസ്സുവരെ പോറ്റി വളർത്തിയ സ്നേഹം തന്ന, വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന് വീട്ടിലുള്ള ഭക്ഷണം വെച്ചു തന്ന് നിങ്ങളെ സുബഹിക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി? എന്തുകൊണ്ട് പിണക്കമായി? എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി? ആ വീട്ടിൽ നിന്ന് മാറിപ്പോവണമെന്നായി? വല്ലാത്ത അത്ഭുതമാണ്. മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യമുണ്ടോ? ഇല്ല. ഒറ്റ റൂം, ഒരു ഹാള്, അല്ലെ ഉമ്മാക്ക് വാപ്പാക്ക് റൂം, പിന്നെ അടുക്കള, കഴിഞ്ഞു. കുട്ടികളെ ഓടിയിട്ട് ഒറ്റ ഓട്ടം, കഴിഞ്ഞു, ആ റൂം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ആ വീടിനുള്ളിലാണ് പെങ്ങളും പെങ്ങളുടെ മക്കളും ബാപ്പയും ബാപ്പയുടെ അനുജനും അമ്മായും എല്ലാവരും ഒരുമിച്ച് എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാന്തകളിലും ഒക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട്. വീട് അന്ന് വിരുന്നുകാരും വരും, നല്ല രസമായിരിക്കും അല്ലെ? വിരുന്നുകാരൊക്കെ വരുന്നു, അവിടെ പാർക്കാനൊന്നും വീട്ടിൽ സ്ഥലമില്ല, എന്നാലുള്ള പായ വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തു വെച്ച് കഴിച്ച്, ഉള്ള അരിയും വെച്ച് കഞ്ഞി കുടിച്ച്, ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ. സ്കൂൾ പൂട്ടിയ 30 ദിവസം ആ വീട്ടിൽ വല്ലത് അവിടെ ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനത്തെ വീട്. എന്നിട്ട് അവിടെ കിടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു, പാർക്കാൻ ആളുകൾ വന്നിരുന്നു. ഇന്ന് മണിമാളിക നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ ഒരു റൂം ഗസ്റ്റ് റൂമാണ്, പക്ഷേ ഒരു ഗസ്റ്റും അവിടെ കിടന്നുറങ്ങുന്നില്ല. രാത്രി 2 മണിയായാലും പറയുന്നു, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല. വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല. എന്തേ? തുടച്ചു വൃത്തിയാക്കുന്ന മരുമോൾ, അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ്. ഉമ്മയുടെ കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ, ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ, യൂറോപ്യൻ ക്ലോസറ്റ് ഉമ്മക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ, ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ദുർഗന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോളുടെ വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത്? ഉമ്മാക്ക് അവിടെ വേണ്ട. ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല. എന്തേ? അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം. ഉമ്മയും ബാപ്പയും നടക്കുന്നതിന്റെ പിന്നാലെ, മഫ്ഫടത്തെ പിന്നാലെ അവൾ ഓടുകയാണ്. എന്തിന്? കാല് തട്ടി ചെളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ. എന്റെ പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി, ആ ഉപ്പയുടെ കാലിലെ ചെളിയാണ് മോളെ നിന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെക്കാളും പുണ്യമായത്. ആ ഉപ്പയുടെ പിറകിൽ ചെന്ന് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴിക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത്? ഉമ്മ വാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലാക്കമാർ വരുമോ? അള്ളാഹുവിന്റെ മലക്കുകൾ വരുമോ?
മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, മൻ കാന ആഖൻ ഫൽഖുറുജ്. അതുകൊണ്ടാണ് ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പിണങ്ങിയവർ മുഴുവനും എഴുന്നേറ്റ് പോകണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കുടുംബത്തോട് പിണങ്ങിയ ആളുകൾക്ക് ഈ അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരു സദസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ, അവിടെ സ്വന്തം ഉമ്മയോട് അപ്പയോട് പിണങ്ങിയവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കരുണ അവിടെ ഇറങ്ങുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. എഴുന്നേൽക്കാൻ പറ്റുന്നവർ എഴുന്നേൽക്കുക, സദസ്സ് സ്റ്റേജും എഴുന്നേൽക്കണ്ടേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു നീക്കിത്തരട്ടെ. ഖൽബുകൾക്കിടയിൽ ഇണക്കവും സ്നേഹവും അല്ലാഹു കാരുണ്യവാനായ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി വരുമ്പോൾ അവിടെ റഹ്മത്ത് വരുന്നു, അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട്. ആ റഹ്മത്തിനെ നമ്മളായിട്ട് തടഞ്ഞു വെക്കല്ലേ. ഒരാൾ ഒരു അംഗം വീട്ടിലേക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ഏറെ വരുന്ന അംഗത്തിനുള്ള റിസ്ക്, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങൾക്കുള്ള ഭക്ഷണം അല്ലാഹു ആകാശ ലോകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അതിഥിക്ക് വേണ്ട റിസ്ക് അല്ലാഹു ഒരു വഴിക്ക് തരുന്നുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം നൽകപ്പെടുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഭാര്യ കടന്നു വരുന്നു, അവൾ വരുമ്പോൾ അവളുടെ റിസ്കുമായാണ് കടന്നു വരുന്നത്, അവളുടെ ഭക്ഷണം അവൾ കൊണ്ടുവരുന്നുണ്ട്. മിൻ മലകൂതിസ് സമാ, ഇത് കാരുണ്യവാന്റെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഒരാൾ കടന്നു വരുന്നത് ഒരാൾക്കും ഭാരമാവല്ലേ. ജീവിതത്തിന്റെ തണിയായി കൂടെ നിൽക്കാൻ, സങ്കടത്തിലും സന്താപത്തിലും കൂടെ നിൽക്കാൻ, മരണം വരെ പിരിയാത്തൊരു ബന്ധമായി വിവാഹ ബന്ധങ്ങൾ മാറണമെന്ന് പഠിപ്പിക്കുകയായിരുന്നുവല്ലോ പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നത്. എത്ര മനോഹരമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലേ വന്ന് പറഞ്ഞത്, ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ അലി ജിഇത ഖാതിബാ, അലിയാരെ നിങ്ങൾ കല്യാണം ആലോചിക്കാൻ വന്നതാണോ? നഅം യാ റസൂലല്ലാഹ്. ആദ്യമൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്താണ് കാരണമെന്ന്. എന്തേ വന്നു? ഒന്നുമില്ല നബിയേ. എന്തിനെ വന്നത്? ഒന്നുമില്ല നബിയേ. തങ്ങളുടെ മറുപടി വന്നു, ജിഇത ഖാതിബാ, എന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചു വന്നതാണോ? നഅം യാ റസൂലല്ലാഹ്. അതേ നബിയേ. തങ്ങളുടെ അടുത്ത ചോദ്യം, മഹറുണ്ടോ? ജോലി ഉണ്ടോ, വിസ കിട്ടിയോ എന്നല്ല ചോദിക്കുന്നത്. എന്താണ്? മഹർ കൊടുക്കാൻ വകുപ്പുണ്ടോ? എത്ര മതി? മഹർ കൊടുക്കാനുണ്ടോ? ഇല്ല നബിയേ, ഒന്നുമില്ല. എന്റെ ആഗ്രഹം അങ്ങയുടെ മോളെ കല്യാണം കഴിക്കണം എന്നാണ്. അലിയാരെ, ഐന ദിർഉക്, നിങ്ങളുടെ പടയങ്കി എവിടെ? നിങ്ങളുടെ ഇരുമ്പിന്റെ പടയങ്കി എവിടെ? അതിനെന്ത് കിട്ടും നബിയേ? എന്ത് കിട്ടിയാലും അങ്ങ് വാങ്ങിച്ചു വാ. 400 ദിർഹം വെള്ളി നാണയമാണ് ദിർഹം, ദീനാറാണ് സ്വർണ്ണ നാണയമെന്ന്. 400 ദിർഹം കിട്ടി. നബി തങ്ങൾ പറഞ്ഞു, അലിയാരെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചോളൂ, മഹറും കൊടുത്തോളൂ. ഫാത്തിമാക്ക് അല്ലാഹുവിന്റെ ഹബീബ് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സവ്വജ്തുക ബിൻതി ഫാത്തിമ, എന്റെ മോൾ ഫാത്തിമയെ അലിയാരെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബ്രോക്കർക്ക് കാശ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ബ്രോക്കറേജ് ഉണ്ടാ? ഇല്ല. വളരെ മനോഹരമായി ഹബീബിന്റെ മുമ്പിൽ നടന്ന വിവാഹമാണ്. ഹബീബിന്റെ പൊന്നുമോളെ എങ്ങനെയാണ് ഹബീബ് കയ്യിലേൽപ്പിച്ചത് എന്ന് പഠിപ്പിക്കുകയാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ചരിത്രം ഒരു പക്ഷേ നമ്മൾ കേട്ടതാവാം. പക്ഷേ ഇന്ന് നമ്മൾ നടത്തുന്ന ആഭാസങ്ങളൊന്ന് തെറ്റിച്ചു നോക്കുമ്പോഴാ എത്ര ദൂരെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേയിൽ നിന്ന് എത്ര ദൂരെയാണ് നമ്മൾ നേർക്കുനേരെ പോവേണ്ട റൂട്ടിൽ നിന്ന് വഴിതെറ്റി ഏതോ ലോകത്തുകൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിൽ നിക്കാഹ് നടക്കുന്നു. പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം നടക്കുന്ന ആദ്യത്തെ ദിവസമാണത്. യാ അലിയു യാ ഫാത്തിമ, അലിയേ ഫാത്തിമ, ലാ തുഹ്ദിഥാ ശൈഅൻ ഹത്താ ആതീകുമാ, ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഉറങ്ങരുത്, എന്നെ കാത്തിരിക്കണം, ഞാൻ രാത്രി വീട്ടിലേക്ക് വരാം.
വിവാഹം കഴിഞ്ഞു. അന്നത്തെ ദിവസം എത്ര സിമ്പിളാണ്. ഖൈബറിൽ മുത്തുനബി തങ്ങൾ സഫിയ്യ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്ത് അങ്ങനെയായിരുന്നു. സഫിയ്യ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ, അവരുടെ വാപ്പ ജൂതനായിരുന്നു. സഫിയ്യ ബീബി ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന മഹദിയാണ്. സഫിയ്യ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിവാഹം ചെയ്ത് ഖൈബറിൽ വെച്ചാണ്. നിക്കാഹ് നടന്നപ്പോ സദ്യ വേണ്ടേ നബിയെ? വേണം, സദ്യ വേണം, സദ്യ വേണം. നബി തങ്ങൾ ആരുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ ഞങ്ങൾ പറയാ. ഹബീബിന്റെ കല്യാണമാണത്. എല്ലാരും കാരക്ക കൊണ്ടുവന്നു. ആരോ കുറച്ചാൾ കുറച്ച് നെയ്യും, അത് ഒരു മൃഗത്തിന്റെ തോലുണ്ടായിരുന്നു, അവർ സുപ്ര വിരിക്കുന്ന പോലെ വിരിക്കുന്ന ഒരു വസ്ത്രത്തിൽ വിരിച്ചിട്ട് കാരക്കയും കുറച്ച് നെയ്യും അവിടെ വെച്ചു. കാരക്ക ഓരോരുത്തരെടുത്ത് തിന്നാൻ തുടങ്ങി. ആ സുപ്രക്ക് ചുറ്റും ആളുകൾ ഇരിക്കാൻ തുടങ്ങി. തങ്ങൾ പറഞ്ഞു, വിളിച്ചോളൂ, വിളിച്ചോളൂ, എല്ലാവരെയും വിളിച്ചോളൂ, വിവാഹത്തിന്റെ സദ്യയാണെന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടുവന്നു. എല്ലാവരും വന്നു. അനസ് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹ്, നബി തങ്ങളുടെ ഖാദിം പറയുന്നു, ഞങ്ങൾ 400 പേരെന്നുണ്ടായിരുന്നു. ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. 400 പേർ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം അവിടെ തികഞ്ഞു എന്നതാണ് അത്ഭുതം. അത് ഹബീബിന്റെ മുഅ്ജിസത്തായിരുന്നു. അല്ലാഹു നൽകുന്ന മിറക്കിൾസ്, അല്ലാഹു നൽകുന്ന മഹാത്ഭുതങ്ങൾ. 400 ആൾക്ക് കുറഞ്ഞ കാരക്ക മതി. കാരക്കയും നെയ്യും ഇതായിരുന്നു ഹബീബിന്റെ കല്യാണത്തിന്റെ വിഭവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ് റളിയല്ലാഹു അൻഹ, സൈനബ് ബീവിയെ കല്യാണം കഴിച്ചപ്പോഴാ ഹബീബായ തങ്ങൾ പൊടി പൊടിച്ച കല്യാണ സദ്യ ഉണ്ടാക്കിയത്. എത്രയെന്നറിയോ? ശാതൻ, ഒരാടർത്തു, ഒറ്റാട്. അതാണ് ഏറ്റവും ഗംഭീരമായ ഹബീബിന്റെ വിവാഹ സദ്യ. സൈനബ് റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചപ്പോഴാണ് ഒരാടർത്തത്. ഹബീബായ തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു. ഔലിം വലൗ ബിശാ, ഞങ്ങൾ പറയും കല്യാണം കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ വിവാഹ സദ്യ കൊടുക്കാം. അതിൽ ഏറ്റവും പുണ്യമായ സമയം, ശ്രേഷ്ഠമായ സമയം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു രാത്രി താമസിച്ചതിന്റെ ശേഷമാണ്. പക്ഷെ അതിന്റെ മുമ്പും കൊടുക്കാം, ശേഷം കൊടുക്കാം. അതിലൊന്നും ഉലമാ ഒരു വിരോധം പറഞ്ഞിട്ടില്ല. കാരണം അത് അതിന്റെ അരികത്ത് തന്നെയല്ലേ, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. പക്ഷേ പുണ്യമായത് എങ്ങനെയാ? ഭാര്യയും ഭർത്താവും ഒരു ദിവസമെങ്കിലും, ഒരു രാത്രി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വലീമത്തിന്റെ ഭക്ഷണം കൊടുക്കും. തലേന്ന് കൊടുക്കാം, നിക്കാഹ് കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം, ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം. അന്ന് തന്നെ ആവണം നിർബന്ധമില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോ ഡ്രസ്സിലൊരു മഞ്ഞ നിറം കണ്ടു. അന്ന് അത്ര പൂശും ഒരു മഞ്ഞ നിറം വരും. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, കണ്ടപ്പോഴേ ചോദിച്ചു, ഇത് പുതിയാപ്പിളമാർ ഉപയോഗിക്കുന്ന അത്തറാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അതസവ്വജ്ത, കല്യാണം കഴിച്ചോ? ആ നബിയെ, ഇന്നലെ കല്യാണം കഴിഞ്ഞു. ആലോചിക്കണം, മദീന എന്നത് ചെറിയൊരു സ്ഥലമാണ്, വളരെ ചെറിയ സ്ഥലമാണ്. നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് മുതൽ ഇത്രക്ക് വരെ ഉണ്ടാവില്ല മദീന. അന്നത്തെ മദീന വളരെ ചെറുതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അന്ന് മറവ് ചെയ്തത് മദീനക്ക് പുറത്തായിരുന്നു. ഇന്ന് ജന്നത്തുൽ ബഖീഇന്റെ മധ്യത്തിൽ കാണും ഉസ്മാൻ തങ്ങളുടെ ഖബർ. മദീനത്ത് പോയവർ കാണാൻ പറ്റും. ജന്നത്തുൽ ബഖീഇന്റെ മധ്യം കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. അന്ന് അവരെ മറവ് ചെയ്തപ്പോൾ അന്നത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ആളുകൾ മഹാനവറുകളെ വധിക്കുകയും അവരുടെ മയ്യത്ത് പോലും ബഖീയിൽ മറവ് ചെയ്യാൻ വിടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബഖീന്റെ പുറത്താണ് മറവ് ചെയ്തത് കിതാബുകൾ കാണാൻ പറ്റും. പിന്നീട് ബഖീയെ വികസിപ്പിക്കുകയാണ് ഉണ്ടായത്. അത് മദീനക്ക് പുറത്താണ്. അതിപ്പോ മദീന പള്ളിയിൽ എത്ര കുറച്ചുള്ളൂ. മദീനയിൽ ഹബീബിന്റെ കൂടെ താമസിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചപ്പോ നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല. തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കല്യാണം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അത്തറിന്റെ അടയാളം കണ്ടു. തങ്ങൾ പറഞ്ഞു, ഔലിം വലൗ ബിശാ, ഒരാടെങ്കിലും അറുത്തിട്ട് നല്ല സദ്യ കൊടുക്കുക ആൾക്കാരെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹ സദ്യ ചെയ്തു, ഒരാടറുത്തിട്ട്. അപ്പൊ മാംസം കൊടുക്കൽ സുന്നത്താണ് പറ്റുന്ന ആളുകൾക്ക്. ഒരുപാട് അതിഥികളെ വിളിക്കാം, ഇതൊക്കെ സുന്നത്താണ്. അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം, പക്ഷേ ധൂർത്ത് ചെയ്തുകൂടാ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്വീൻ, ധൂർത്ത് ചെയ്യുന്ന ആളുകൾ പിശാചുക്കളുടെ കൂട്ടുകാരാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചുക്കളുടെ കൂട്ടുകാരാണ്. ധൂർത്ത് ചെയ്തുകൂടാ. എമ്പാടും മനുഷ്യൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിവാഹം നടക്കുന്ന സ്വന്തം മോളിന്റെയോ മോന്റെയോ വിവാഹം നടക്കുമ്പോ അന്ന് ആളുകളുടെ കണ്ണ് തള്ളിക്കാൻ വേണ്ടി, ഞെട്ടിക്കാൻ വേണ്ടി
തോന്നി കാസർഗോഡ് നിന്ന് ഞെട്ടുക എന്ന് പറഞ്ഞാൽ ആ പൾസൊക്കെ പോയിട്ടുണ്ടാവും, ഞെട്ടണ ഞരമ്പൊക്കെ പോയി ഔട്ടായിട്ടുണ്ടാവും. അത് എത്ര ഞെട്ടൽ ഞെട്ടിക്കഴിഞ്ഞപ്പോ ഞെട്ടിട്ടേ തരിപ്പ് പോവാന്നൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും അങ്ങ് ഞെട്ടിക്ക് തന്നെയാണ് കല്യാണം അങ്ങോട്ട് ഗംഭീരാക്കിയിട്ടേ. ഇനി നമുക്ക് ആ ഏർപ്പാട് നിർത്തല്ലേ, ഞെട്ടലൊക്കെ എല്ലാവരും ഞെട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാ, വളരെ സിമ്പിളായിട്ട് നല്ല ഒതുങ്ങിയ ഭക്ഷണം തിന്നാൻ പറ്റുന്നത്. 4 ആൾക്കൊക്കെ ഒരു ആട് വെച്ചുകൊടുത്ത് ഇപ്പുറത്ത് കുറച്ച് ചിക്കനും കുറച്ച് ആകോലി മീൻ ചുട്ടതും അല്ലാത്തതും ഇലയിലും. ഇതൊക്കെ ആരാ തിന്നുന്നത്? തിന്നാൻ കഴിയോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടുകയാണ്, എന്റെ പല്ല് കുത്തി കുട്ടികൾ ഇറങ്ങി പോവാണ്. ഓ കുഴപ്പമില്ലട്ടാ. വേറെ സ്ഥലത്ത് പോയിട്ട് പറയാണ് അവിടുത്തെ അത്ര ആയിട്ടില്ല, അതൊക്കെ ഫ്രീ ആണ്, അതാ അതങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കും. അപ്പോ മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റണില്ല, എല്ലാവർക്കും കൊളസ്ട്രോളും പ്രഷറുമാണ്. എന്നൊക്കെ വെജിറ്റബിൾ ഉണ്ടോ എന്ന് ചോദിക്കൽ അഭിമാനമായി മാറി. സാമ്പാറും ചോറൊക്കെ ഉണ്ടോ എന്നൊരു VIP ചോദ്യമായിക്കണം ഇപ്പോ. കാരണം മുതലാളിമാർക്ക് അതൊക്കെ വേണ്ടു. കാരണം ഒരുവിധ ആൾക്കാർക്കൊന്നും വയ്യ, എന്നാൻ വയ്യ. ഇത് എന്തിനാ നമ്മൾ വെച്ചുകൂട്ടി കുറെ ജീവികളെ? ആടിനിറക്കേണ്ട ജീവുള്ള സാധനമല്ലേ അത്? ജീവനുള്ളതല്ലേ അള്ളാഹു നമുക്ക് ഭക്ഷണമായി തന്നത്. ബിസ്മില്ലാഹി, അള്ളാഹിന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവെ നീ കൊടുത്ത ജീവൻ ഞങ്ങൾ എടുക്കാൻ, എന്തിന്? നീ ഭക്ഷണമായി ഉപയോഗിച്ചോളൂ. അള്ളാഹുവെ നീ സമ്മതം തന്നില്ലേ, അതുകൊണ്ട് ഇറക്കാൻ. മൃഗത്തോട് ദേഷ്യം ഉണ്ടായിട്ടല്ല അങ്ങനെ നമ്മൾ ഇറക്കണത്. അതൊക്കെ എത്രയോ ചവറ്റുകൊട്ടയിലേക്ക് നമ്മൾ എറിയാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ പിശാചുക്കളെ അള്ളാഹു ചാല ചങ്ങലകൾ ബന്ധിച്ചു കൊണ്ടുവരുമെന്നാണ്. പിശാചിന്റെ കൂട്ടുകാരും അങ്ങനെ തന്നെ. എന്തിനെ? ധൂർത്ത് ചെയ്തതിന്റെ പേരിൽ. അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം നടക്കുന്ന അന്നത്തെ ദിവസം എന്റെ മുഅ്മിനീങ്ങളെ ആലോചിക്കണമേ. നമ്മൾ ചിന്തിക്കുക എത്ര സിമ്പിളാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന ഈ ഇബാദത്ത്. നമ്മള് വിവാഹങ്ങളിൽ സംബന്ധിക്കേണ്ടവരാണ്. വമൻ ദുഇയ ഇലാ വലീമത്തിൻ ഫലം യുജിബ് ഫഖദ് അസല്ലാഹ വറസൂലഹു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കല്യാണത്തിന് ഒരാൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചില്ലെങ്കിൽ അവർ അല്ലാഹുവിനും റസൂലിനും എതിര് ചെയ്തു എന്ന് മുത്ത് റസൂലുള്ളാഹ്. എങ്ങനെ? കല്യാണത്തിന്റെ മെസ്സേജ് നമ്മൾക്ക് ഇച്ചിരി അഹങ്കാരം കൽബിലേക്ക് വരുമ്പോഴാണ്. എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അഹങ്കാരമുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളാണ്. അങ്ങനത്തെ ഒന്നും കല്യാണത്തിൽ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ സ്വർഗത്ത് കിടക്കൂല എന്നാ അഹങ്കാരം കൽബിൽ അല്പുള്ളവര്. എന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ല, അങ്ങാടിയിൽ കണ്ടപ്പോഴാ പറഞ്ഞത്, അല്ലെങ്കിൽ ആ വേദന വന്നപ്പോഴാ പറഞ്ഞത്, അല്ലെങ്കിൽ അവന്റെ ചെറിയ മകനെ പറഞ്ഞയച്ചിട്ടാ പറഞ്ഞയച്ചത്, ഡ്രൈവർ എടുത്ത കല്യാണ കത്ത് കൊടുത്തു വിട്ടത്, എന്താ അവനങ്ങ് വന്നില്ലേ, എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ അത്രയും വലിയ ആളല്ലേ? ചിന്തിക്കാൻ പാടില്ലാത്ത വിഷയമാണ്. ഇതൊക്കെ ഈഗോയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മൻ ദുഇയ ഇലാ വലീമത്തിൻ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നി ലഉജീബു ദഅവ വലൗ ദുഈതു ഇലാ ഖറാഅ്. ഹബീബായ തങ്ങൾ പറയുന്നു, എന്നെ ഒരു സദ്യക്ക് വിളിച്ചു എന്നിരിക്കട്ടെ, ആ വിവാഹ സദ്യയിൽ ഒരാടിന്റെ എല്ല് മാത്രം, മാംസമില്ലാത്ത കാലിന്റെ എല്ല് മാത്രം എന്ന് പറഞ്ഞ ഇറച്ചിക്കടക്കാരുണ്ടല്ലോ, മാംസമൊക്കെ വെട്ടിയിട്ട് എല്ലുണ്ട് ബാക്കി വേർക്കില്ലേ, വേറെ ലോറിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ല് ട്രീറ്റ് ചെയ്യുന്നവർ കൊടുക്കാൻ. അങ്ങനത്തെ ഒരു എല്ലേ ഉള്ളൂ. എന്നിട്ട് മുത്തുനബിയെ വിളിച്ചു. പള്ളിയിലെ ഉസ്താദ് വരുമോ? ഒരിക്കൽ പോയി പെട്ടുപോയ പിന്നെ ഓടാൻ വയ്യല്ല, അടുത്ത വിളിക്ക് വരുമോ? അള്ളാന്റെ റസൂല് പറയാ, ഞാൻ വരും, എന്നെ വിളിച്ചാ ഞാൻ വരും, എന്നെ വിളിച്ചാ ഞാൻ അതിന് ഉത്തരം തരും. ഒരു എല്ലിന്റെ കഷ്ണമാണ് നിങ്ങൾ സദ്യക്ക് തന്നതെങ്കിൽ പോലും എനിക്ക് നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കൽ ഇഷ്ടമാണ്. ആരെങ്കിലും ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടു എന്നാ ദഅവത്ത് ചെയ്യപ്പെട്ടു. ക്ഷണിക്കുന്ന സ്നേഹം കൊണ്ടാണ്. സ്നേഹം ഉണ്ടാകുമ്പോഴാ ക്ഷണിക്കുക. ദഅവത്ത് എന്ന വാക്കിന്റെ അർത്ഥം പോലും അതാ, സ്നേഹത്തോടെ ചെയ്യുന്ന പണി എന്നാണ്. വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ ദഅവ എന്നാണ് പറയാ. അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോഴും ദഅവ എന്നാണ് പറയാ. ദഅവത്ത് അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു സ്നേഹം വരണം, ഫ്രണ്ട്ഷിപ്പ് വേണം, അപ്പോഴാണ് ക്ഷണിക്കുന്നത്. മുത്തുനബി ഞങ്ങൾ പറയാണ്, ഒരു എല്ലേ ഉള്ളൂ എങ്കിൽ തന്നെ ഞാൻ വരും. ക്ഷണം ഒരാൾ നമ്മൾ അറിയിച്ചു വരണം, മതി.
ഇന്നാള് തന്നെ വരണം, ഇന്ന സ്ഥലത്ത് വന്ന് തന്നെ എന്നെ വിളിക്കണം, എന്റെ വീട്ടിൽ തന്നെ വന്ന് എന്നെ വിളിക്കണം, എന്നെ ഒറ്റക്ക് തന്നെ വിളിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നത് അഹങ്കാരമാണ്, കിബറാണ്. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബ്രിൻ. അഹങ്കാരം അല്പമെങ്കിലും ഹൃദയത്തിലുള്ള ആളുകളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹ്. അതുകൊണ്ട് നമ്മൾ ആ ഏർപ്പാടൊക്കെ നിർത്തണം. വിളിച്ചില്ലെങ്കിൽ എന്താ, എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും, ഞാൻ പോകാൻ മറക്കണ്ട എന്ന് വിചാരിച്ച് പോകേണ്ടവരാ സുഹൃത്തുക്കളൊക്കെ. അങ്ങനെ പോകേണ്ടത് അല്ലേ? ഇന്ന് അങ്ങനെ വിളിക്കേണ്ട ഈ പറഞ്ഞ പോളിസി ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോളേജ് കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ടില്ലല്ലോ, വിളിക്കാൻ മറന്നതായിരിക്കും വെച്ചിട്ട് എല്ലാ മണ്ഡപത്തിന് മുമ്പിൽ പോയിട്ട് ബൈക്ക് നിർത്തിയിട്ട് വയറ് നിറച്ച് തിന്നു പോരാ. ഓൽക്കട്ടെ ഏതേതാ കല്യാണം, ഇവിടെ ആണാണോ പെണ്ണാണോ പെണ്ണ് കെട്ടണോ ഒന്നും അറിയില്ല. പിന്നെ ആരും ചോദിക്കൂലല്ലോ. മണ്ഡപത്തിലൊക്കെ ഏതെങ്കിലും ഒരുത്തനെ ഈ ആരോടോ എവിടുന്നാന്ന് ചോദിച്ചു, ഏതോ ഒരു കുരുത്തക്കേടിനെ അവന് പുതിയാപ്പിളേറ്റ് എന്തോ ഒരു ബന്ധം, പുതിയാപ്പിള എയർപോർട്ടിൽ വിട്ടുകൊടുത്ത ആളായിരിക്കും ചിലപ്പോ. അതുണ്ടെങ്കിൽ തന്നെ ആ കല്യാണം കൊളാവും അല്ലേ? പുതിയാപ്പിളിന്റെ ആൾക്കാരെ തടഞ്ഞു വെച്ചു, സിന്ദാബാദ്, അതായിരിക്കും അവിടെ വിഷയം. അതുകൊണ്ട് പിന്നെ ആരും മുതിര ചോറല്ലേ വെച്ച് പോയിക്കോട്ടെ. ചെറുപ്പക്കാരെ, സമ്മതല്ലാതെ ഒരു ചോറുങ്ങൾക്ക് അള്ളാഹ് ഹലാലാക്കി തരില്ല. വെറുതെ എന്ത് ചെയ്യണ്ട, തടി ഹറാമില് കൊണ്ടുപോകരുത്, ഹറാമായി പരിപോഷണം ചെയ്യാം. പ്രത്യേകിച്ച് ടൗണിലൊന്നും കല്യാണ മണ്ഡപങ്ങളിൽ ആരും കല്യാണം വെക്കാൻ പേടിയാണ്. കുറച്ച് ടൗണിൽ നിന്ന് വിട്ടു ബസ് ഇറങ്ങി വരാൻ പറ്റുന്ന സ്ഥലമാണോ കുടുങ്ങി, ബൈക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഇടക്കൊക്കെ പെട്ടെന്ന് കാണുന്ന മണ്ഡപങ്ങളാണോ കല്യാണമൊക്കെ പൊളിഞ്ഞു. ചിലപ്പോ അങ്ങനെ ഉണ്ടാവുക. മഴക്കാലത്ത് കല്യാണം വെച്ചാൽ കഴിഞ്ഞു, ഇത്രയാ ഭക്ഷണം കഴിക്കുന്നത്. വിളിക്കാതെ പോവണേ, വിളിക്കാതെ പോയിക്കൂടാ. സുഹൃത്തുക്കൾക്ക് പോവാം. എങ്ങനെ? ഞാൻ ചെല്ലുന്നത് അയാൾക്ക് ഇഷ്ടമാണ്, അങ്ങനെ അതിനൊരു കോമൺ സെൻസേ വേണ്ടതുള്ളൂ. ഞാൻ ചെല്ലുന്ന അയാൾക്ക് ഇഷ്ടമാണോ അല്ലേ? കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. അങ്ങനെയെങ്കിൽ എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും, ഞാൻ പോവട്ടെ, അങ്ങനെ ചെല്ലണം എന്നാണ്. ആ വിവാഹ ദിവസം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അതാണ്, നിങ്ങൾ ആരും വെറുപ്പുണ്ടാക്കരുത്. സന്തോഷിച്ചു പിരിയേണ്ട ദിവസമാണത്. അന്ന് നിങ്ങൾ വെറുത്ത് തെറ്റിപ്പിരിയല്ലേ. നബി തങ്ങൾ പറഞ്ഞു, അലിയാരെ ഫാത്തിമ, ഇന്നത്തെ ദിവസം ലാ തുഹ്ദിസാ ശൈഅൻ ഹത്താ ആതീകുമാ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഇന്ന് ഒന്നും ചെയ്യല്ലേ. ഞാൻ വന്നിട്ടേ നിങ്ങളുടെ ഉറങ്ങാവൂ, എന്നെ കാത്തിരിക്കണം. നബിയെ കാത്തിരിക്കുന്നു. ലോകത്ത് ഹബീബായ അള്ളാഹുവിന്റെ ഹബീബായ ഹബീബിന്റെ മുത്തുനബി തങ്ങളുടെ കരളിന്റെ കഷ്ണമെന്ന് പറഞ്ഞ പൊന്നുമോൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച ഹബീബിന്റെ പുതിയ പിള അലി റളിയല്ലാഹു അൻഹുവും സ്വന്തം ഭാര്യ ഫാത്തിമ ബീവിയും വീട്ടിൽ കാത്തിരിക്കുകയാണ് ഹബീബ് വരുന്നത് വരെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. അമ്മോശനാ വരുന്നത്. അലി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാ കൊണ്ടുപോയത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോകുന്നു. ഭർത്താവിന്റെ വീട്ടിലാണ് താമസം നടത്തും. ഇവിടെ ഒന്നും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാനെ പറ്റിയൊന്നും പറയണില്ല. നമ്മള് മുന്നോട്ട് പോവാണ്. അങ്ങനെ അലി തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഭർത്താവിന്റെ വീട്ടിൽ തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, അതിലൊരു ഇസ്സത്തുണ്ട്. ആട്ടെ. അങ്ങനെ നബി തങ്ങൾ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോടെ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മധ്യത്തിൽ ഇരിക്കുകയാണ്. തോളിൽ കൈവച്ചുകൊണ്ട് കട്ടിലിൽ ഇരുന്നൊരു ചൂരൽ കട്ടിലുണ്ട്. ചൂരൽ കട്ടിലാണ്, ഇന്നത്തെ ഈത്തപ്പനയുടെ ഓലകൾ വെച്ചുണ്ടാക്കിയ ഒരു കട്ടിൽ. അതിലിരുന്നു മുത്തുനബി തങ്ങൾ, ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹത്തിന്റെ അന്ന് നമ്മളെ അറൊക്കെ പൊളിക്കുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തെ കഥയാണ് ഇപ്പൊ നടക്കുന്നത്. നബി തങ്ങൾ അറ പൊളിച്ചിട്ടുണ്ടോ, പുതിയാപ്പിളിനെ പൊക്കിയെടുത്ത് മരുഭൂമി കൊണ്ടുപോയി ഇട്ടോ, ഖരാബോ ചെയ്തോ, ഒക്കെ എന്റെ പ്രിയപ്പെട്ട കാസർഗോട്ടുകാരായ സുഹൃത്തുക്കള്, ചെറുപ്പക്കാർ മനസ്സിലാക്കുക. പിന്നെ അധികം പകരം വീട്ടലാണ്. വേദോട്ടൊന്നും കാര്യമില്ല, ഉസ്താദ് ഇന്ന അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ്, ഞാൻ അതിന് പകരം വീട്ടാൻ കാത്തിരിക്കാം. നീ പകരം വീട്ടല്ല, അതും ചെയ്യരുത്. മുഅ്മിനീങ്ങൾ പകരം വീട്ടാൻ പാടില്ല. മുഅ്മിനീങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കും. അന്ന് വിവരമില്ലല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു ഒരു രസത്തിന്. ഇപ്പൊ തോന്നുന്നു വേണ്ടില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കേണ്ടത്. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്നു. എന്നിട്ട് പുതിയാപ്പിളയുടെ തോളിൽ കൈവച്ചു നിന്നു അലി റളിയല്ലാഹു അൻഹു. ഇപ്പുറത്തുണ്ട് പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നിട്ട് പറയുന്നു ഹബീബായ തങ്ങൾ, അല്ലാഹുവേ, ഹാദാ അലിയു അഹബ്ബുന്നാസി ഇലയ്യ ഫഅഹിബ്ബഹ്. അല്ലാഹുവേ, ഇത് അലിയാണ്. അഹബ്ബുന്നാസി ഇലയ്യ, എനിക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, എന്റെ അലിയാണിത്. ഫഅഹിബ്ബഹു, അലിയെ നീ സ്നേഹിക്കണമേ തമ്പുരാനെ. ഹബീബാണ് ദുആ ചെയ്തു കൊടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വലിയ പവർഫുൾ ആയ ദുആ വേറെയുണ്ടോ ലോകത്ത്? അലിയാരെ സ്നേഹിക്ക റബ്ബേ, യാപ്പിളെ സ്നേഹിക്കണേ പടച്ചോനെ.
എന്റെ പുതിയാപ്പിളയാണ്, എന്റെ പുതിയാപ്പിളെ നീ ഇഷ്ടപ്പെടും റബ്ബേ എന്ന് ഞങ്ങൾ ദുആ ചെയ്തു. എന്തോ ഒരു നല്ല ദുആ. വിവാഹത്തിന്റെ ആദ്യത്തെ രാവാണത്, രാത്രിയാണത്. ഇത് ദുആ ചെയ്ത് കൊടുക്കാൻ അമ്മോഷന്മാർക്ക് ഒരു പക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കും. ദുആ ചെയ്യാൻ പുതിയാപ്പിളെ നേരം വെളുക്കണവരെ കിട്ടുന്നില്ലല്ലോ. പുതിയാപ്പിള തട്ടിക്കൊണ്ടേതാണ്. എത്ര പുതിയാപ്പിളാരങ്ങനെ ഇടങ്ങാറായിട്ടുണ്ടാവും റഹ്മാനായ റബ്ബേ. ചിലപ്പോ ഓരോ കൂട്ടുകാർക്ക് ഇങ്ങനെ പണി കൊടുത്തിട്ടുണ്ടാവും മുമ്പ്, അതിന് കിട്ടിയതായിരിക്കും ചിലപ്പോ. പക്ഷെ അങ്ങനെ ചെയ്യല്ലേ, ഇത് ഇബാദത്തല്ലയോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ, അന്നികാഹു സുന്നതി, ഇത് എന്റെ സുന്നത്താണ്, എന്റെ ചര്യയാണ്, എന്റെ ചര്യയാണിത്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ചര്യ ഞാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഹബീബ് സുന്നത്തായി വെച്ചൊരു അമലാണ് നമ്മൾ ഇങ്ങനെ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ. പുതിയാപ്പിളമാരെ തട്ടിക്കൊണ്ടുപോവല്ലേ, അതുപോലെയുള്ള ആഭാസങ്ങൾ നമ്മൾ ഇനി ചെയ്യല്ലേ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടെ അങ്ങോട്ട് നന്മയിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പുതിയാപ്പിളക്ക് ദുആ ചെയ്തു കൊടുക്കേണ്ട നേരമാണത്. അല്ലാഹുമ്മ ബാരിക് ലഹ് ബാറകല്ലാഹു ലക, അല്ലാഹുവിനോട് ബറക്കത്തിന് ചോദിക്കേണ്ട നേരമാണത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. ബാറകല്ലാഹു ലകുമാ വബാറക ഫീകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. അന്ന് ജാഹിലിയക്കാർ ദുആ ചെയ്യുമായിരുന്നു ബിർറഫാഇ വൽ ബനീൻ. കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളോട് ആദ്യം അതാ പറയാ, ബിർറഫാ വൽ ബനീൻ, നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ, ആൺകുട്ടികൾ ഉണ്ടാവട്ടെ. അത് നബി ഞങ്ങൾ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾക്ക് പെൺകുട്ടികൾ വേണ്ടല്ലേ. വതജഅലൂന ലില്ലാഹി ബനാതിൻ സുബ്ഹാന, നിങ്ങൾക്ക് പെൺകുട്ടികളെ വേണ്ട, പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപമാനമല്ലേ. എന്നിട്ട് അള്ളാഹുവിന് പെൺകുട്ടികളുണ്ട് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുക. കാരണം അവര് ഇസ്ലാമിന്റെ മുമ്പ് അള്ളാഹുവിന്റെ മലക്കുകൾ പെൺകുട്ടികളാണെന്ന് അവര് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആൺകുട്ടികളും അള്ളാഹു പെൺകുട്ടികളും അല്ലേ, അങ്ങനെ അവർ പറയാറുണ്ട്. ബിർറഫാ വൽ ബനീൻ, ആൺകുട്ടികളെ ജനിക്കട്ടെ എന്ന് പറയും, ആശീർവദിച്ചു കൊടുക്കും. ഹബീബ് പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലാഹു ചെയ്യുന്ന റഹ്മത്തല്ലയോ. അതുകൊണ്ട് ദുആ ഇറക്കേണ്ടത് ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫ്. അല്ലാഹു നിങ്ങൾ രണ്ടുപേർക്കും ബറക്കത്ത് തരട്ടെ, ഐശ്വര്യം തരട്ടെ. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സുകൾക്കിടയിൽ അല്ലാഹു സ്നേഹം തരട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം തരട്ടെ. അങ്ങനെയാ പറയേണ്ടത്. ആൺകുട്ടികളെ മാത്രം ചോദിക്കുമ്പോ പെൺകുട്ടികളെ വേണ്ട എന്ന ധ്വനി എവിടെയുണ്ട്? അല്ലാഹു തആല മക്കളെ കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞപ്പോ പെൺകുട്ടികളെ കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? പെൺകുട്ടികളെ കൊടുക്കുന്നല്ലേ ആദ്യം പറഞ്ഞത്, പിന്നെയാണ് ആൺകുട്ടികളെ കൊടുക്കും, പിന്നെയാ പറഞ്ഞത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കുമെന്ന്. യഹബു ലിമൻ യശാഉ ഇനാഥാ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും. വയഹബു ലിമൻ യശാഉ الذുകൂറ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ആൺമക്കളെയും കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാഥാ, ചില ആളുകൾക്ക് ആൺമക്കളെയും കൊടുക്കും പെൺമക്കളെയും കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമാ, ചില ആളുകൾക്ക് അല്ലാഹു മക്കളെ തന്നെ കൊടുക്കുന്നില്ല. ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, മക്കളില്ല. അല്ലാഹുവിന്റെ തീരുമാനം അതാണ്, ആശ്വസിക്കണം, തകർന്നു പോവരുത്, തകർന്നു പോവല്ലേ, അല്ലാഹുവിന്റെ തീരുമാനം അതാണ്. വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മിയുന്നിൽ മർഅ അൻ തലിദൽ ഇനാത അവല, ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യം ജനിക്കുന്ന കുഞ്ഞു പെൺകുട്ടിയാവലെന്ന് മഹാനായ വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാകുന്നത് ഒരു പെണ്ണിന് കിട്ടുന്ന ബറക്കത്താണ്. എന്തുകൊണ്ട്? അല്ലാഹു മക്കളെ തരുമെന്ന് പറഞ്ഞപ്പോ ആദ്യം പെൺമക്കളെ എന്നല്ലേ പറഞ്ഞത്, പിന്നെയല്ലേ ആൺമക്കളെ പറഞ്ഞത്, പിന്നെയല്ലേ ആണും പെണ്ണും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്ന ജാഹിലിയത്തിന്റെ അഭിവാദ്യം ഇനി നിർത്തിവെക്കണം. നിങ്ങൾ പറയേണ്ടത് ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ എന്നാണ്. അതുകൊണ്ടാണ് ഹബീബ് ദുആ ചെയ്തത്, റബ്ബേ എന്റെ അലിയെ നീ സ്നേഹിക്കണമേ. വഹാദിഹി ഫാത്തിമ, ഇതെന്റെ മോള് ഫാത്തിമയാണ്. അല്ലാഹുവേ അഹബ്ബുന്നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. ഫഅഹിബ്ബഹാ, അവളെ നീ ഇഷ്ടപ്പെടണേ തമ്പുരാനേ.
രണ്ടുപേരും ഇടക്കിരുന്ന് മുത്തുനബിയാണ് ഈ ദുആ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ വീട്ടുകാർ വന്ന് ആശീർവദിക്കണം. ബാറക്കല്ലാഹു ലക്കുമാ എന്ന് ദുആ ചെയ്യണം. നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ പിന്നെ ആശീർവാദങ്ങളൊക്കെ അങ്ങനെയാണ്, ആശീർവദിക്കണം.